നമസ്കാരം. ഇന്നൊരു പുതിയ കാര്യം പറയാൻ വേണ്ടി വന്നേക്കുന്നത്. അതായത് നമ്മൾ പിക്കിൻ്റെ IC-കൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും MB-Lab ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. MB-Lab ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് MB-Lab യൂസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ റോ ലെവലിൽ പ്രോഗ്രാം എഴുതണം. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരികയാണ്. ഇപ്പോൾ പുതിയൊരു ടൂൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരു IDE ഇറങ്ങിയിട്ടുണ്ട്. PickPO എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊരു ഡിസ്പ്ലേ ഡിസൈൻ ചെയ്യാം, അതിനകത്ത് കോഡ് നമുക്ക് അപ്ലോഡ് ചെയ്യാം, ചിപ്പിലേക്ക് ഫ്ലാഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ MB-Lab ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാൻ പറ്റും. എന്നാൽ MB-Lab-ലുള്ള പോലെ തന്നെ റോ ഫയലിൽ എഴുതാനുള്ള ഒരു ഓപ്ഷൻ, ബെയർ മെറ്റൽ ഓപ്ഷനും അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ PickPO, അതായത് www.pickpio.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ പോവുക. ഈ VS കോഡിനകത്ത് ഒരു എക്സ്റ്റൻഷനായിട്ടാണ് PickPO ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് VS കോഡിൽ പോയിട്ട് ആ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ബാക്ക് എൻഡിലെല്ലാം വർക്ക് ചെയ്യുന്നത് MB-Lab-ൻ്റെ കമ്പൈലേഴ്സ്, പിന്നെ അതുപോലെ MB-Lab XIDEക്ക് പകരം XIP വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് അത് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക, യൂസ് ചെയ്യുക. ഭയങ്കര എളുപ്പമാണ് പല കാര്യങ്ങളും. നമ്മളിപ്പോൾ ഒരു ഓർഡിനോ ഒക്കെ ഉപയോഗിക്കുന്ന അതിനേക്കാൾ കൂടുതൽ ലെവലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ സാധനങ്ങളും കൂടെ കൂടി സിമുലേറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു LED ബ്ലിങ്ക് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ അത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ PickPOയുടെ വീഡിയോസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.